റിപ്പോർട്ടർ ഇംപാക്ട് കൊല്ലം കൊല്ലൂർവിള സഹകരണ ബാങ്ക് ക്രമക്കേടിൽ ബാങ്ക് പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗവും അറസ്റ്റിൽ. അൻസർ അസീസ്, അൻവറുദ്ദീൻ എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ 120 കോടിയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. റിപ്പോർട്ടർ ടിവിയാണ് ക്രമക്കേട് പുറത്തുകൊണ്ടുവന്നത്. അഷിൻ ഡിയാഗോ നൽകും കൂടുതൽ വിവരങ്ങൾ. അഷിൻ ഡിയാഗോ, കൊല്ലം കൊല്ലൂർവിള സഹകരണ ബാങ്കിലെ ക്രമക്കേടിൽ ഇപ്പോൾ നടപടിയിലേക്ക് എത്തുകയാണ്, അറസ്റ്റിലേക്ക് വരികയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജിയ, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ക്രൈംബ്രാഞ്ചിന്റെ ഈ സാമ്പത്തിക വിഭാഗം, ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന വിഭാഗമാണ് ഈ രണ്ടുപേരെയും, അതായത് ബാങ്ക് പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗത്തെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇരുവരുടെയും അറസ്റ്റ് വൈകുന്നതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ ഇരുവരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് പ്രസിഡന്റ് ഈ അൻസർ അസീസ്, അതുപോലെ തന്നെ ഡയറക്ടർ ബോർഡ് അംഗം അൻവറുദ്ദീൻ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ 120 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. ഈ കണ്ടെത്തലിന് പിന്നാലെ ആണ് ഈ കേസ് പോലീസിന് കൈമാറുകയും അത് പിന്നീട് ക്രൈംബ്രാഞ്ചിലേക്ക് എത്തുകയും ചെയ്തത്. ഈ 2020-21 കാലയളവിലെ സഹകരണ സംഘം രജിസ്ട്രാറുടെ സ്പെഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഈ ബാങ്കിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലുണ്ടായത്. തുടർന്ന് സഹകരണ ജോയിന്റ് സെക്രട്ടറി ഡയറക്ടർ നൽകിയ പരാതിയിൽ ഇരവിപുരം പോലീസ് 13 പേർക്കെതിരെ കേസെടുത്തിരുന്നു. പിന്നാലെയാണ് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നതും ക്രൈംബ്രാഞ്ച് ഈ ബാങ്കിനോട് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. പക്ഷേ ഈ ബാങ്ക് നൽകിയ രേഖകൾ അപൂർണമാണെന്ന് കണ്ടെത്തിയ സംഘം പിന്നീട് വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഈ ബാങ്കിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ഥിരം നിക്ഷേപകർക്ക് ചട്ടവിരുദ്ധമായി അധികം പലിശ ബാങ്ക് നൽകുന്നുണ്ട് എന്നുള്ളതായിരുന്നു. മാത്രമല്ല, ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവർക്ക് വ്യാജ പ്രമാണങ്ങളുടെ മറവിൽ വായ്പ അനുവദിക്കുന്നു, പുറത്തുള്ളവർക്ക് വ്യാജ അംഗത്വം നൽകി വായ്പകൾ നൽകുന്നു, ഒരു പ്രമാണം ഉപയോഗിച്ച് പലർക്കും വായ്പകൾ നൽകി, സഹകരണ വകുപ്പിന്റെ അനുവാദമില്ലാതെ ചിലവുകൾ നടത്തി, മാത്രമല്ല കോടികൾ തട്ടിയെടുക്കാൻ കണക്കിൽ ചിലവുകൾ അവതരിപ്പിച്ചു. അങ്ങനെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടുള്ളതും. കേസിൽ 13 പേരാണ് ഉള്ളത്. അതിൽ 2 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇതിനൊടുവിൽ ആണ് ഇപ്പോൾ ഈ 2 പേരുടെ അറസ്റ്റ്. കേസിൽ 1-ാം പ്രതിയാണ് ഈ പ്രസിഡന്റ്. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേരിലേക്ക് അറസ്റ്റ് എത്തും എന്നുള്ളതാണ്. കൂടുതൽ ഈ തട്ടിപ്പുകൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. പക്ഷേ അത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ 120 കോടി രൂപയുടെ തട്ടിപ്പ്, ആ തട്ടിപ്പിൽ ഇത്രയും പ്രതിഷേധങ്ങൾക്കൊടുവിൽ 2 പേരുടെ അറസ്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സുജയ. അഷിൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്.